നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന് ചരിത്ര സംഭവം കുറിച്ച ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. കേരളത്തിൽ ആദ്യമായി 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ സഹായത്തോടെ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു. നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, കളിപ്പാട്ടങ്ങളും വിവിധ കൊച്ചു ഉപകരണങ്ങളുമൊക്കെ 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു കെട്ടിടം 3D പ്രിൻറ്റിംഗ് മാത്രം ഉപയോഗിച്ച് 28 ദിവസം കൊണ്ട് ചെയ്ത ഒരു കെട്ടിടമാണ്. കേരളത്തിലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D പ്രിൻറ്റിംഗ് കെട്ടിടമാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത്. നമുക്ക് വേണ്ടി വരുള്ളൂ. ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണത്തെ പോലെയുള്ള വാർപ്പാണ് എന്നുള്ളതുകൊണ്ട് അക്കാര്യത്തിലും ഒരു പ്രയാസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അഫോർഡബിൾ ഹൗസിംഗ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ആ വിധത്തിൽ പോകാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളോടെല്ലാം പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് മുറിച്ച കൊണ്ട് കടന്നതേ ഉള്ളൂ. ഞാൻ പ്രസാദിനോട് പറയായിരുന്നു, നമുക്ക് ഒരുമിച്ച് ഒന്ന് കറങ്ങി നടന്ന്, ഈ കറങ്ങാനതിയില്ല കുറച്ചേ ഉള്ളൂ, എങ്കിലും ഈ കെട്ടിടം ഒന്ന് കണ്ട് ആസ്വദിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അതാണ് യഥാർത്ഥത്തിൽ ഉദ്ഘാടനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രത്തെ, അതിൻ്റെ സാങ്കേതിക വിദ്യ കേരളത്തെ പരിചയപ്പെടുത്തിയ ആദിത്യയുടെ നേതൃത്വത്തിലുള്ള 𝑡ℎ𝑖𝑠 കമ്പനിയെ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം ഏജൻസിയായി ഇനി നിർമ്മിതി കേന്ദ്രം പ്രവർത്തിക്കും. 𝑡ℎ𝑖𝑠 പൂർണ്ണമായിട്ടുള്ള സഹകരണം ആദിത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വളരെ കുറച്ചു കാലം കൊണ്ട് ഇതൊരു സംസ്കാരമായി കേരളത്തിൽ വരാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 3D പ്രിൻറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞങ്ങൾ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് പുറകിലുള്ളത്. അത് ഒരു പ്രിൻ്റർ ഓൺസൈറ്റ് കൊണ്ടുവന്ന്, അതായത് ഇവിടെ കൊണ്ടുവന്ന് ഡിപ്ലോയ് ചെയ്ത് ഞങ്ങൾ നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. വളരെ പെട്ടെന്ന്, അതായത് 28 ദിവസത്തിനകം തുടക്കം മുതൽ അവസാനം വരെ, അതായത് ഫിനിഷിംഗ് ഉൾപ്പെടെ ഞങ്ങൾ ഇത് ഇവിടെ പൂർത്തീകരിച്ചു. കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ 3D പ്രിൻറ്റഡ് ബിൽഡിംഗ് ആണ്. ഇനി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട്. 3D പ്രിൻറ്റിംഗ് ഒരു പുതിയതായ കെട്ടിട നിർമ്മാണ രീതിയാണ്. അതായത് റോബോട്ടും ഓട്ടോമേഷനും ഉപയോഗിച്ച് എങ്ങനെ ഒരു വേഗത്തിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റാണിത്. ഇത് ഓഫ് സൈറ്റ്, അതായത് ഫാക്ടറിയിലും ചെയ്യാൻ പറ്റും. ഇത് ഓൺ സൈറ്റ്, അതായത് ലൊക്കേഷനിൽ കൊണ്ടുവന്നും ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ ഓൺ സൈറ്റ് ചെയ്തതാണ്. ഞങ്ങൾ ഓഫ് സൈറ്റ് ചെയ്യാനുള്ള പരിപാടികളും ഉണ്ട്. 3 ഫ്ലോർസ് വരെ, അതായത് G+3 വരെ ഈ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും. ത്വസ്ത എന്നുള്ള ഞങ്ങൾ ആരംഭിച്ച ഒരു കമ്പനി, ചെന്നൈയിൽ ബേസ്ഡുള്ള ഒരു കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി മുമ്പോട്ട് ഞങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. കേരളത്തിൽ ആദ്യത്തെ പ്രോജക്റ്റാണിത്. ഞങ്ങൾ മുമ്പോട്ട് പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 3D പ്രിൻറ്റിങ് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഈ PTP ക്യാമ്പസിൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് കെട്ടിടം നമ്മൾ പൂർത്തീകരിച്ചു. ഇന്ന് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് ലെയർ ബൈ ലെയർ പ്രിൻറ്റിങ്ങിനാണ് 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് മിക്സർ തന്നെയാണ്. സിമെൻറ്റും എംസാൻഡും അതോടൊപ്പം തന്നെ ഒരു അഡ്മിക്സറും കൂടെ ചേർന്നാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്രിൻറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് 3 സ്റ്റേജസാണ്. ഒന്ന് നമ്മളിതിൻ്റെ ഡാറ്റ പ്രോസസ്സിങ്, രണ്ടാമത് ഇതിൻ്റെ മെറ്റീരിയൽ പ്രോസസ്സിങ്, 3 റോബോട്ടിക് പ്രിൻറ്റിങ്. ഈ ഡാറ്റ പ്രോസസ്സിങ്ങിൽ നമുക്കിപ്പോൾ ഒരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ 3D കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെ G ഫയൽസായിട്ട് മാറ്റിയിട്ട് അത് സ്ലൈസിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അത് സ്ലൈസ് ചെയ്ത് വെച്ച് അത് നമ്മളത് ഇത് ഡ്രൈ റണ്ണിലേക്ക് പോകും. ഡ്രൈ റൺ ഓക്കെ ആണെങ്കിൽ ദെൻ വി ഹാവ് ദി വെറ്റ് റൺ, അതായത് റിയൽ പ്രിൻറ്റിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു 3 സ്റ്റേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈം സേവിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ 28 ദിവസം കൊണ്ട് 350 സ്ക്വയർ ഫീറ്റ്
വരുന്ന കെട്ടിടം നമ്മൾ പൂർണ്ണമായും തീർത്ത് കഴിഞ്ഞു. ആക്ച്വലി പ്രിൻറ്റിങ് ടൈം വന്നിട്ട് 28 hours വേണ്ടി വന്നിരുന്നുള്ളൂ. ബാക്കി നമ്മൾ വിൻഡോ, ഡോർസ്, റൂഫ് വർക്ക് ഇപ്പോൾ കൺവെൻഷനലായിട്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ബാക്കി സമയം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ ഫ്ലെക്സിബിലിറ്റിയാണ്. ഏത് കോംപ്ലിക്കേറ്റഡ് ഡിസൈനും നമുക്ക് ഈ 3D പ്രിൻറ്റിങ് വഴി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കൺസ്ട്രക്ഷൻ നടത്താനായിട്ട് സാധിക്കും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. അതായത് ഗ്ലോബൽ വേസ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ മേഖലയാണ്. ഇതിനകത്ത് നമ്മൾ പ്രിസൈസ് പ്രിൻറ്റിംഗ് ആണ്, ഇതിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിംഗ് ആണ് റോ മെറ്റീരിയൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻഡ് ഓഫ് ദ ഡേ ദർ ഇസ് നോ വേസ്റ്റേജ് നില്ലാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇത് ഹസാർഡസ് ആയിട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാൻ പവർ ഡിപ്ലോയ് ചെയ്യാൻ ഒക്കാത്ത ഏരിയകളിൽ മെഷീൻ ഇസ് ദി ഓൺലി ഓൾട്ടർനേറ്റീവ്. സോ 3D പ്രിൻറ്റിംഗ് വിൽ ബി ദി ഫ്യൂച്ചർ ടെക്നോളജി. കോസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് 350 square feet ചെയ്യാനായിട്ട് 11 lakh rupees, അറൗണ്ട് 2890 rupees ആണ് ഇപ്പം വരുന്നത്. പക്ഷേ നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോസ്റ്റ് ഇതിപ്പോൾ ഒറ്റ യൂണിറ്റ് വേണ്ടി മാത്രം മെഷീനറിയൊക്കെ മൊബിലൈസ് ചെയ്തത് കൊണ്ടാണ് കോസ്റ്റ് സ്ലൈറ്റ്ലി മോർ. അതർവൈസ് ഒരേ ടിപ്പിക്കൽ ഡിസൈൻ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് വിൽ കം ഡൗൺ, ബിക്കോസ് ഡിസൈൻ കോസ്റ്റ് വിൽ ബി 0. അതാ ഇപ്പോൾ ലൈഫിൻ്റെ പദ്ധതികൾ, ലൈഫ് മിഷൻ്റെയൊക്കെ ഒരേ ഡിസൈൻ, അപ്പോൾ അത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ അതുപോലെ വില്ലേജ് ഓഫീസ്, ഞങ്ങളിപ്പോൾ 200 സ്മാർട്ട് വില്ലേജ് ഓഫീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒറ്റ ഡിസൈനാണ്. അപ്പോൾ അതൊക്കെ ഇത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് തീർക്കാം, കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും.